നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ വ്യൂവേഴ്സ് അയച്ച 2 സാരീസിന്. അത് ബ്രൈഡൽ സാരീസ് ആയിരുന്നു, ഒരു മുഹൂർത്തപ്പട്ട് കളക്ഷനിൽ വരുന്ന സാരീസ് ആയിരുന്നു. ഇന്നും നമുക്ക് 2 സാരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇന്നും 2 സാരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വിൻറ്റേജ് കളക്ഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് രണ്ടും ഒന്ന് കണ്ടു നോക്കാം. അത് കാണിക്കാനായിട്ട് നമ്മുടെ ലക്ഷ്മി റെഡിയായി നിൽപ്പുണ്ട്. ലക്ഷ്മി, എങ്ങനെയുണ്ട് 2 സാരീസും? 8 ഗോൾ സ്റ്റൈലിൽ വരുന്ന 2 ബ്യൂട്ടിഫുൾ സാരീസാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റൈല് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവാത്ത ഒരു സ്റ്റൈൽ ഓഫ് വീവിങ് ആണ്. ആൻഡ് ഇതിൻ്റെ ഇതൊക്കെ കോർവയാണ്, ആ ഒരു പ്യുവർ കോർവേ ഹാൻഡ് വോവൻ ആയിട്ടുള്ള സാരീസാണ്. ലക്ഷ്മി ഇത് രണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിക്കുമോ? സോ ലക്ഷ്മി നിങ്ങളെ കാണിച്ചു തരും. എന്തൊരു ഭംഗിയാണെന്ന് നോക്കുക. അതിൻ്റെ ആ ഒരു കളേഴ്സ് ആണെങ്കിലും നമ്മളുടെ ആ ഒരു ട്രഡീഷണൽ കളേഴ്സ് ആണെങ്കിലും ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. ഇങ്ങനത്തെ സാരീസ് എപ്പോഴും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ലക്ഷ്മി ഈ കാര്യത്തിൽ എക്സ്പേർട്ടാണ് കേട്ടോ, സാരി വെച്ച് കാണിക്കാൻ. ലക്ഷ്മി അടിപൊളിയാണ്, അതുകൊണ്ട് ലക്ഷ്മി തന്നെ വിളിച്ച് നിർത്തിയത് അതുകൊണ്ടിട്ടാണ്. അതിൻ്റെ ബോഡിയിലൊക്കെ നമുക്ക് ആ ഒരു ബോർഡേഴ്സിൽ പോയേക്കുന്ന ബ്ലോക്സിൻ്റെ സെയിം കളേഴ്സ് ത്രെഡ് വീവിങ് ബോഡിയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ കൊള്ളി വീവിങ് എന്നാണ് അവർ പറയുന്നത്. റെഡ്, യെല്ലോ, ഗ്രീൻ ഈ 3 ഷെയ്ഡ്സിലുള്ള കൊള്ളി വീവിങ്ങാണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. ആൻഡ് ബേസ് കളർ ആ ഒരു ക്രീം ഷെയ്ഡാണ്, ഒരു ക്രീമിഷ് വൈറ്റ് ഷെയ്ഡാണ് സാരിയുടെ ബേസ് കളർ വരുന്നത്. ആൻഡ് പല്ലുവിലാണെങ്കിലും 8 കോൽ വീവിങ് ആണ്, നല്ല ഹെവി ആയിട്ടുള്ള ഗോൾഡൻ സെറി ബ്ലോക്ക് വീവിങ് ആണ് വരുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നതാ ഇങ്ങനെയാണ്, ആ ഒരു മെറൂൺ ഷെയ്ഡ്. എൻ്റെ പൊന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ്. അതിൽ സ്ലീവിൽ കൊടുക്കാനായിട്ട് ഒരു ലൈൻ വരുന്ന പോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സാരി വരുന്നത്. സാരിയുടെ പ്രൈസ് എവിടെടാ? പ്രൈസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇളക്കിപ്പോയാ. സാരിയുടെ പ്രൈസ് വരുന്നത് 20,500 റുപ്പീസാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതും നമ്മളൊന്ന് വെച്ച് കാണിക്കാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വിൻറ്റേജ് കളക്ഷനിലെ നെക്സ്റ്റ് സാരി ഇതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇത്. നമുക്കിതിന് മുമ്പും ഉണ്ടായിരുന്ന ഒരു സാരിയാണ്. ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ കാഞ്ചീപുരം വീവേഴ്സ് ഒരു ടൈമിൽ ഒരു സാരി വീവ് ചെയ്യുമ്പോൾ ഒരു 3-4 പീസായിരിക്കും ഒരു ഡിസൈൻ വീവ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിസൈൻ കയറി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും സെയിം ഡിസൈനിലുള്ള വീവിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഈ ഒരു സാരിയുടെ ബോഡി കളർ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഓഫ് ക്രീം ഷെയ്ഡിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അതിൽ ഫുള്ളായിട്ട് സരി ചെക്കാണ് ബോഡിയിൽ വന്നിട്ടുള്ളത്. ആൻഡ് ബോർഡേഴ്സിൽ നമുക്ക് മൾട്ടി കളേഴ്സാണ് വന്നിട്ടുള്ളത്. ഓറഞ്ച്, പേർപ്പിൾ, റാണി പിങ്ക് ഈ ഒരു ഷെയ്ഡ്സിലുള്ള കളേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു അതേ കളേഴ്സിലുള്ള 8 കോൽ വീവിങ്ങും വരുന്നുണ്ട്. അത് 8 കോൽ എന്ന് പറഞ്ഞാൽ കോർവയാണ്, പ്യുവർ ഹാൻഡ് കോർവയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ടെമ്പിൾ പാറ്റേൺസ് ആ ബ്ലോക്സിൽ പോകുന്നുണ്ട്. 2 സൈഡിലും നമുക്ക് ഒരുപോലെയുള്ള ബോർഡേഴ്സാണ് ഈ ഒരു സാരിയിൽ പോയിട്ടുള്ളത്. ആൻഡ് പല്ലു എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. കാരണം റാണി പിങ്ക്, ഡീപ്പായിട്ടുള്ള റാണി പിങ്കിലാണ് ഈ ഒരു സാരിയുടെ പല്ലു വന്നിട്ടുള്ളത്. നമുക്ക് റാണി പിങ്കിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ആ കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ കളർ ചോദിച്ച് വരുന്ന ആൾക്കാരാണ്. കാരണം ആ ഒരു ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്. എല്ലാവരുടെയും സ്കിന്നിനെ കുറച്ചുകൂടി ഒരു ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്ന ഒരു ഷെയ്ഡായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ്. ആൻഡ് ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് നല്ല അടിപൊളി കളറാണ്. നമ്മുടെ ആ ബോർഡേഴ്സിൻ്റെ സെയിം ഷെയ്ഡിലാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൽ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു സെറി ചെക്ക് പാറ്റേൺ വരുന്നുണ്ട്. ഇതിനകത്ത് ബോർഡേഴ്സ് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് സാരിയിൽ ബോർഡേഴ്സിലായിരുന്നു വർക്ക് ഉള്ളത്. നിങ്ങൾക്ക് ഒത്തിരി ഹെവി ആക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഏരിയ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനുണ്ട്. എഡ്ജിൽ നമുക്കൊരു തിക്കായിട്ടുള്ള വർക്ക് കൊടുത്തിട്ട് സ്പ്രെഡിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതല്ല ആസ് ഇറ്റ് ഈസ് ഇങ്ങനെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തന്നെ തയ്ച്ചാലും ആ ഒരു ക്ലാസി ഫീൽ വരുന്ന ഒരു സാരിയാണ്. ആൻഡ് പിന്നെ ഇങ്ങനത്തെ സാരികളുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വിൻറ്റേജ് സാരിയാണ്. ഇപ്പോൾ ബ്രൈഡ്സും ഒരുപാട് പേര് വിൻറ്റേജ് ചോദിച്ച് വരുന്നുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ 2 ബ്രൈഡൽ സാരീസ് ആകുമ്പോൾ അവർ വീണ്ടും ഉടുക്കാനുള്ള മടിയുണ്ട്. ഇപ്പോഴത്തെ യങ് ജനറേഷന് പൊതുവേ ഒത്തിരി ഹെവി സാധനങ്ങൾ ഇഷ്ടമല്ല, പക്ഷേ കല്യാണത്തിന് കുറച്ച് ഹെവി ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സാരി ഹെവി എടുത്തിട്ട് ഒരു സാരി വിൻറ്റേജ് പലരും പ്രിഫർ ചെയ്യുന്നുണ്ട്. റീസൺ എന്താ വെച്ചാൽ ഇത് വീണ്ടും റീയൂസ് ചെയ്യാം. നമുക്കൊരു സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ടാണെങ്കിലും വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ എടുക്കുന്നുണ്ട്. സോ ബ്രൈഡ്സിനാണെങ്കിലും അതുപോലെ തന്നെ കളക്ടേഴ്സിനാണെങ്കിലും പറ്റിയൊരു സാരിയാണ്. കാരണം
ഒരുവിധം കാഞ്ചീപുരം കളക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനത്തെ ഒരു സാരി മേടിച്ച് വെക്കും. ഇല്ലാത്തവർ അവരുടെ കയ്യിൽ മിക്കവാറും കളക്ടേഴ്സിൻ്റെ കയ്യിൽ ഈ ഒരു സ്റ്റൈൽ ഉണ്ടാവും, വിൻറ്റേജ് കളക്ട് ചെയ്യുന്നവർ ഇതുണ്ടാവും. അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ മേടിച്ച് വെക്കാൻ പറ്റിയ അടിപൊളി പീസാണ് ഇതും. അതുപോലെ തന്നെ ലാസ്റ്റ് പീസ് അതിൽ ആ ഒരു ഗ്രീൻ ആൻഡ് മെറൂണൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. സോ ഇതും രണ്ടും ആ ഒരു കളേഴ്സ് വെച്ചിട്ട് ടോട്ടലി രണ്ട് സോണിൽ നിൽക്കുന്ന സാരീസാണ്. ഒരേ സ്റ്റൈലാണെങ്കിൽ രണ്ട് സോണിൽ നിൽക്കുന്നുണ്ട്. സോ ഇത് രണ്ടുമായിരുന്നു ഇന്നത്തെ സാരീസ്. ഇതിലേതെങ്കിലും സാരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമുക്ക് DM ചെയ്യുകയോ ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് വഴുതക്കാടിക്ക് പോകുന്ന വഴിയിലാണ് നമ്മളുടെ സ്റ്റോർ വരുന്നത്. 1 വേയിലാണ്. സ്റ്റോറിൽ വരാനായിട്ട് കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി നമ്മളൊരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ സ്റ്റോറിലേക്ക് എത്തേണ്ടതെന്ന് ആ ഒരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളത് യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. സോ അങ്ങനെ മാപ്പ് നോക്കിയിട്ടും കിട്ടുന്നില്ല, അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റോറിലെത്താൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള അടിപൊളി പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്